ഹലോ, ആദ്യം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയാണ്. അപ്പോൾ എന്റെ കൈ കടിച്ചിരുന്ന ആളെ കണ്ടോ? നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ബ്രീഡിന്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോ നമ്മൾ വന്നിരുന്നത് ഡേവിഡ് ലാൻഡ് കലീസിലാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളെ കാണാം. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞോട്ട് തന്നെ നമ്മള് വർക്കിംഗ് ബ്രീഡിന്റെ ഒരു വീഡിയോ ആണ് വന്നെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഒരു ഡച്ച് ഷെപ്പേർഡ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഓണർ ഇരിപ്പുണ്ട്. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡോഗിന്റെ ഓണറിനെ പരിചയപ്പെടാം. ഓക്കെ, ചേട്ടാ എന്തായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. ഓക്കെ, എന്റെ പേര് ഡിനോ എന്നാണ്. പക്ഷെ ഡേവിഡ് ലാൻഡ്സ്, ഡേവിഡ് എന്ന് പറഞ്ഞാലാണ് ആളുകൾ അറിയുള്ളൂ. ഡേവിഡ് ലാൻഡ്സ് ആണ് നമ്മുടെ കെനലിന്റെ നെയിം പറയുന്നത്, ഡേവിഡ് ലാൻഡ്സ് കാനൈൻ. ഓക്കെ, നമ്മുടെ സ്ഥലം വരുന്നത് ചാലക്കുടി ടൗണിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. എത്ര നാളായിട്ട് ഈ ഒരു ഡോക്ടറിനുണ്ട്? ഡോക്ടറിനിൽ ഒരു 15 വർഷമായിട്ട് തോന്നുന്നു. മെയിൻ പ്രൊഫഷൻ എന്താ? മാർഷൽ ആർട്സ് ആണ്. കരാട്ടെ, ബോക്സിംഗ്, MMA എല്ലാം ഉണ്ട്. നമ്മൾ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാദമിയാണ്. അതിന്റെ കീഴിൽ നമുക്ക് ഏതാണ്ട് 5000 സ്റ്റുഡൻസ് ഉണ്ടാവും. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതിലോട്ട് എത്തിയത്? നമ്മുടെ ചെറുപ്പം മുതൽ വീട്ടില് ഡോഗ്സ് ഉണ്ട്. ചെറുപ്പം മുതലുണ്ട്. ആദ്യം നമ്മുടെ നാടൻ ക്രോസ് ആയിരുന്നു, പിന്നെ ജർമ്മനായി, പിന്നെ റോട്ടായിരുന്നു. കുറെ കാലം റോട്ട് തന്നെയായിരുന്നു. റോട്ട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് മെൽനോയ്സിലേക്ക് മാറി. ഇപ്പൊ ഫൈനലി ഇപ്പൊ ഏറ്റവും അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഡച്ച് എന്നപ്പോ അറിയാം. നമുക്ക് ഡച്ച് ഇപ്പൊ ഏറ്റവും KNBയിൽ ഇപ്പൊ ഡച്ചാണ് ഏറ്റവും പവർ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഡച്ചിലേക്ക് എത്തി. റോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, വർക്കിംഗ് ബ്രീഡ് അല്ലേ കൂടെ ഉള്ളത്? അതെ, റോട്ട് ശരിക്കും വർക്കിംഗ് ബ്രീഡ് തന്നെയാണ് ഇഷ്ടം. അതെ. അതായത് വർക്കിംഗ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുള്ള് മറ്റേ കുറച്ച് മാസ്റ്റർ ടൈപ്പ് ആണ്. പക്ഷെ അതിലെന്താ സംഭവിച്ചാൽ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിച്ചാൽ വർക്കിംഗ് എബിലിറ്റി കുറയും ഡോഗ്സ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രീഡിലേക്ക് മാറിയത്. ഇവരാ കാര്യത്തിൽ ഓക്കെയാണ്. ട്രെയിനിങ് ഞാൻ ആദ്യമേ ഉണ്ടായിരുന്നു ഫീൽഡില്. പിന്നെ ഞാൻ അപ്ഡേഷൻ സഞ്ജയ് സാറിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറെ സുഹൃത്തുക്കളും കാര്യങ്ങളും എല്ലാവരായിട്ട് ചെയ്യും. അതെ. നമുക്ക് ഇവനെ ഒന്ന് പരിചയപ്പെടാം. ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് വരുന്നത് കൊറിയ എന്നാണ്. കൊറിയ. ഓർത്ത് വെച്ച വെറൈറ്റി നെയിമാണ് കൊറിയ. ഇവന് ഇമ്പോർട്ട് ആണോ? ഇത് ഇമ്പോർട്ട് ലൈനിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഡച്ച് നല്ല ലൈനിലൊക്കെ വരുമ്പോ നല്ല സൈസ് വരും. ഡച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സൈസുള്ള ഡോഗാണ്. ശരിക്കും മെൽനോയ്സ് പോലെയല്ല, കുറച്ച് സൈസുള്ള ഡോഗാണ് ഡച്ച് വരുന്നത്. ശരിക്കും എന്താണ് ഈ ഡച്ച് ഷെപ്പേർഡ് എന്ന് പറഞ്ഞത്? ഡച്ച് ഷെപ്പേർഡ് ശരിക്കും വരുന്നത് KNB വർക്കിംഗ് ലൈന് വേണ്ടി, വർക്കിംഗ് ക്ലബിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഡോഗുകളിൽ ഒന്നാണ് ഡച്ച് ഷെപ്പേർഡ്. എന്റെ അറിവാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു 3 ഡോഗാണ് മെയില്, 3-4 ഡോഗ്സ് അതിൽ വരുന്നുള്ളൂ മെയിനായിട്ട്. അതായത് ഇപ്പൊ ഡച്ച് വരുന്നുണ്ട്, മെൽനോയ്സ് വരുന്നുണ്ട്, DDR, ഡോബർമാൻ, യൂറോപ്യൻ. ഇവരാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം നമ്മുടെ ഈ പറയുന്ന മാതിരി ഷോ എന്നൊരു ഉദ്ദേശം ഇല്ല. നമുക്കൊരു വീട്ടിൽ നിർത്തുമ്പോൾ ഗാർഡ് ചെയ്യണം, പിന്നെ നമ്മ പറഞ്ഞ അനുസരിക്കണം. ഇപ്പൊ മെൽനോയ്സിനെ വെച്ച് നോക്കുമ്പോൾ ഡച്ചിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയ കാര്യം, ഇവർ കുറച്ചും കൂടി ഓണർ കൺസേൺ കൂടുതലാണ്. ആ ഒരു വലിയ പിടപ്പില്ല, പക്ഷെ നന്നാ വർക്ക് ചെയ്യും. നമ്മളോട് കുറച്ചുകൂടി ഭയങ്കര അറ്റാച്ച്മെന്റ് അവര്. ശരിക്കും മിക്സ് ബ്രീഡ് ആണ് ഈ 4 ബ്രീഡ് എന്ന് പറഞ്ഞില്ല, അതിലെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് അത് മിക്സ് ചെയ്യാൻ നോക്കാം. KNBയിൽ ഈ പറഞ്ഞ മെൽനോയ്സും ഡച്ചൊക്കെ ഒരു വർക്കിംഗ് ക്ലബ്ബാണ് അത്. മനസ്സിലായില്ലേ? അതായത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മെൽനോയ്സും ഡച്ചൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇവരുടെ ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മെൽനോയ്സ് ഉണ്ടാവും. അത് ഈ വർക്കിംഗ് ലൈൻ എല്ലാം ഉള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുള്ളൂ. ഇവരുടെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും നമ്മുടെ ഡച്ചിന്റെ ഹിസ്റ്ററി എന്ന് പറയാനായിട്ടേ, അതായത് നമ്മുടെ ആദ്യകാലം മുതൽ ഡച്ച് ഉണ്ട് നിലവില്. മനസ്സിലായി? പക്ഷെ നമ്മുടെ ഇവിടേക്ക് അങ്ങോട്ട് എന്താ പറയാ പ്രചാരം അതന്നെ കിട്ടിയിട്ടില്ല. ഇപ്പൊ മെൽനോയ്സ് ആദ്യം അങ്ങനെയായിരുന്നല്ലോ. മെൽനോയ്സ് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. മെൽനോയ്സ് ഇവിടെ ആദ്യം വരുമ്പോൾ ആളുകൾ നാടൻപട്ടിയാണെന്ന് പോലും ചോദിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ കുറെ മാറ്റം വന്നു. ഇപ്പൊ നാടൻപട്ടിനെ കാണുമ്പോൾ മെൽനോയ്സ് ആണെന്ന് ചോദിക്കണത് അല്ല, കുറെ മാറ്റം വരുത്തി. പക്ഷെ ഇപ്പൊ മെൽനോയ്സിൽ കുറച്ചുകൂടെ അപ്ഡേഷൻ വന്നു, കളറിലൊക്കെ വേരിയന്റ് ആയി തുടങ്ങി. മലി വന്നു. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഡച്ചാണ്. ജർമ്മൻ ഷെപ്പേർഡ് നല്ല തന്നെയാണ്. പക്ഷെ അതിലെന്താ സംഭവിച്ചു, ഈ ഹെയറിന്റെ ഒരു പ്രശ്നം വരുന്നതാണ് ആളുകൾക്ക് ഒരു പിന്നാക്കം വരാനുള്ള കാരണം. അല്ലെങ്കിൽ പോലും കോമ്പ് ചെയ്യണം. ഇവരുടെ എന്ന് പറഞ്ഞാൽ വലിയ കോമ്പിങ്ങിന്റെ ആവശ്യമില്ലല്ലോ.
അപ്പൊ ഇവന് എത്ര വയസ്സുണ്ട്? ഒരു 2.5 വയസ്സ്. 2.5 വയസ്സ്. അപ്പൊ ഇവനെ എവിടെ നിന്നാണ് എടുത്തോണ്ട് വന്നത്? ഇവനെ നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ എടുത്തതാണ്. നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ ഓർത്തിന് കൊണ്ടുവന്ന ഡോഗാണ്. ആളിപ്പോ നമ്മളായിട്ട് നല്ല സെറ്റാണ്, പക്ഷെ പുറത്തുള്ള ആൾക്കാരോട് കുറച്ചൊരു ഇതുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. അടുത്തിരുന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി കേട്ടോ. ഞാനിപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അതിൽ ഇഷ്യൂ വിടാത്തതും. ബിക്കോസ് കടിച്ചു കഴിഞ്ഞാൽ ഒരു കിട്ടിയ ഒരു മുതലാണ്. കാരണം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ട് വേണം. മസ്കുലർ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ നമ്മള് വേറെ കാര്യം പറയുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ വർക്കിംഗ് കാണിക്കുന്നില്ല. ബിക്കോസ് നമ്മള് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന സമയവും എല്ലാം പ്രശ്നം തന്നെയാണ്. ചൂടാണ്. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ചൂട് ടൈം ആയതുകൊണ്ട് തന്നെ ഡോഗ് എക്സോസ്റ്റ് ആവും. ഹീറ്റ് ഹിസ്റ്റോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ ഉണ്ട് ഡോഗ്സിനൊക്കെ. ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്നാലും വർക്ക് ചെയ്ത് നമുക്ക് റിസ്ക് എടുക്കാൻ നേരത്തെ. ഓക്കെ, അപ്പൊ ഇവന്റെ മെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയുള്ള ഫീമെയിൽസ് നമ്മുടെ ഡച്ചിൽ തന്നെയാണ്. നല്ല ഫീമെയിൽസ് വരുമ്പോ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. എനിക്ക് കേരളത്തിൽ അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്ര നല്ല ഹ്യൂജ് ടൈപ്പ് ഒരു മെയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവനെ നല്ല KNBV ലൈനിൽ വരുന്ന ഫീമെയിൽസിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. വർക്കിംഗ് നോക്കിയിട്ട് അതെ അത്രേ ഉള്ളൂ. നല്ല കുട്ടികളെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ഡച്ച് ഷെപ്പേർഡ്, നല്ലൊരു കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ഡച്ച് ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യില് അഡൽട്ടുകള്. അപ്പൊ അതില് നല്ല ഡച്ച് പപ്പികളെ പുറത്തേക്ക് ഇറക്കുക എന്നാണ് ഉദ്ദേശം. എന്ത് പർപ്പസിനാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഗാർഡിങ് പർപ്പസ്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ നമ്മുടെ മലി പോലെ ഹൈപ്പർ അല്ലാന്ന് ആള് കുറച്ചുകൂടി കാമാൻ പോയിട്ടായിട്ട് നമ്മൾ കൺട്രോൾ എളുപ്പമുണ്ടാവും. പിന്നെ കുറച്ച് സൈസ് കൂടുതലാണ്. മലീനെ പോലെ അത്ര കോമ്പാക്ട് അല്ല, കുറച്ച് ഹെവി ഇഷ്ടപ്പെടും. നമ്മുടെ ഇവിടെ അതാണല്ലോ കൂടുതൽ കുറച്ച് ഹെവി ടൈപ്പ് നോക്കുന്ന ആൾക്കാരാണ്. ഇവന്റെ ഹെഡ് സൈസ് ഒക്കെ കണ്ടാ ആൾക്കാർക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടം. അതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു സിംഹം പോലെ. പിന്നെ ഈ പ്രിന്റും ഒരു വെറൈറ്റി ആണല്ലോ, ഈ ടൈഗർ പ്രിന്റ് പ്രിന്റിൽ എന്ന് പറയും. അതെ റിവേഴ്സ് വരുന്നുണ്ട്. എത്ര കളേഴ്സ് ഉണ്ട് ഇതില് 4 കളറാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഒരു ഫോൺ വരുന്നുണ്ട്, പിന്നെ ഈ ബ്രിന്റിൽ തന്നെ ബ്ലാക്ക് ബ്രിന്റിൽ വരുന്നുണ്ട്. അപ്പൊ 2, പിന്നെ ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്. പപ്പീസ് ഉണ്ട്, പപ്പീസും ഉണ്ട്, അഡൽറ്റും ഉണ്ട്. ഇവന്റെ പപ്പീസ് ഉണ്ടോ? ഇവന്റെ പപ്പീസ് ഉണ്ട്, കാണിക്കാറായിട്ടുണ്ട്. നമ്മളിപ്പോ കാണിച്ചിട്ടുണ്ട്. കാണിക്കാം. ഓക്കെ, പുറകാലം നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത് കാണിക്കാൻ പോകുന്ന മെയിൽ അല്ലേ? ഇതിന്റെ പേരെന്താണ്? എന്റെ പേര് റിയോ. ഇവൻ ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ്. ഡയറക്റ്റ് ഇമ്പോർട്ട്. ഓക്കെ. ആള് ബ്ലാക്ക് കളർ ആണല്ലോ. ഫുൾ ബ്ലാക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്താണ്. ലൈൻസ് കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇത് ഡയറക്റ്റ് ഫുൾ അവിടത്തെ തന്നെയാണ്. ഇവിടെ ഇല്ല. അല്ലേ? ഇത് KNBV ആണ്. KNBV ആണല്ലേ? ഓക്കെ. ഇപ്പൊ ഉള്ളിടയ്ക്ക് കേരളത്തില് ബ്ലാക്ക് പപ്പീസിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അതെ. മാലി അല്ലേ? മാലി ബ്ലാക്ക്, പിന്നെ ഡൂറോൺ, മറ്റേ ഫോൺ വിത്ത് ബ്ലാക്കിന്റെ ഡിമാൻഡ് അങ്ങോട്ട് പോയി. അതന്നെ ഡിമാൻഡ് കൂടി. ഇവനെ വരുന്നത് അതന്നെ. അങ്ങനെ തന്നെയാണ് ഇവനെ കൊണ്ടുവരാൻ കാരണം. നല്ല പ്രൊഡക്ഷൻ ആണ്. നല്ല, അതായത് ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ആ ലൈൻ എല്ലാം അത്യാവശ്യം നല്ല. പിന്നെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ കണ്ടാണല്ലോ വൈറ്റ്. അതന്നെ ആ സ്ലീവ്. ഇത് നമ്മളിപ്പോ ഓവർ ഇതാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ അരിത്തിരിക്കും ആളുകൾ ഇങ്ങനെ ടെമ്പർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കാണിക്കാം. അപ്പൊ ഇവന്റെ കാര്യം പറയുമ്പോൾ എത്ര വയസ്സുണ്ട്? ഇവന് 3 വയസ്സായിട്ടുണ്ട്. 3 വയസ്സായിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് വന്ന ഇമ്പോർട്ട് മെയിൽ. രണ്ടാമത്തെ മെയിലാണ് ഇമ്പോർട്ട്. ഫസ്റ്റ് നമുക്കൊരു ഇമ്പോർട്ട് വന്നിരുന്നു, ഒരു ഡൂറോൺ കളർ മെയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ട്രെൻഡ് അങ്ങോട്ട് മാറി, എല്ലാവരും ബ്ലാക്കിലേക്ക് മാറി. പിന്നെ പ്രൊഡക്ഷൻ ഇവന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ചെയ്താലും ഇവന് അത്യാവശ്യം നല്ല ബ്ലാക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇവൻ ഇറക്കാൻ കാരണം. അതന്നെ. പിന്നെ അത് മാത്രമല്ല സിൽവറും കയറുന്നുണ്ട് ബോഡിയില്. നമ്മളിപ്പോ ഇവന്റെ പപ്പിനെ കൊടുക്കണം 40 രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് ആണ്. വിത്ത് കേസി. ഇപ്പൊ നമ്മൾ ഡച്ചിലാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവന്റെ ഡച്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡച്ചിലാണെങ്കിൽ നമുക്ക് കേസി ഇല്ലല്ലോ, അറിയാലോ. അതിന്റെ കുട്ടികൾ ഇല്ല കേസേ ഇല്ല. അപ്പൊ അവന്റെയും ശരാശരി ആ റേറ്റ് ഒക്കെ തന്നെയാണ് ഇവന്റെ വിടുന്നത് പപ്പീസ്. ഇപ്പൊ നമുക്ക് പപ്പീസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഡച്ച് നമ്മുടെ കയ്യിൽ കിടക്കാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ശരിക്കും ഡച്ചിന്റെ ഒക്കെ നല്ല റേറ്റ്, നല്ലൊരു പപ്പിയുടെ റേറ്റ് വരുന്നത് ഭയങ്കര റേറ്റ് തന്നെ, നമുക്ക് താങ്ങില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മാലിയാണ് ഫസ്റ്റ് ഓണേഴ്സിന് പറ്റത്തില്ല എന്നുള്ളൊരു അതായത് ഫസ്റ്റ് ഓണേഴ്സ് നമ്മൾ എടുക്കുന്ന ഒരു ഡോഗിന്റെയും കൂടി ഉണ്ടെന്ന്. ഇപ്പൊ പലരും ഇപ്പൊ മാലി എന്ന് പറയട്ടെ,
ഭയങ്കര ഹൈപ്പറുള്ള ഡോഗ്. ഇപ്പൊ നമ്മെല്ലാരും കാണിക്കാൻ കെട്ടിട്ട് ഭയങ്കര കൊര, ഭയങ്കര ചാടല്. നമ്മുടെ പർപ്പസ് എന്താണ് അത് നോക്കിയെടുക്കാൻ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മ ഭയങ്കര ഹൈപ്പർ ആയിട്ടൊരു ഡോഗിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓണേഴ്സിന് പറ്റില്ല. മനസ്സിലായില്ലേ? ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം പപ്പി ഡോഗ് ചെയ്യുന്നതല്ല. ഇപ്പൊ നമുക്ക് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈവ് ഉള്ള ഡോഗ്സാ. അത് ഒരു ക്ഷമയുണ്ട്. ഒരു 10-15 രൂപ നമുക്ക് ഡോഗിനോട് കൈകാര്യം ചെയ്യാൻ പറ്റാണ്. ആർക്ക് ട്രെയിൻ ചെയ്തെടുക്കും. ശരിക്കും ഞാൻ പറയാൻ ട്രെയിനറിന്റെ ആവശ്യമില്ല. അത് നെഗറ്റീവ് കമന്റ് വരരുത്. അതായത് നമുക്ക് ഇതിനോട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഇവർക്ക് അത്യാവശ്യം ഡ്രൈവ് ഉള്ള പപ്പീസുകളായിരിക്കും ഇവരുടെ. മനസ്സിലായില്ലേ? പിന്നെ ലൈൻ വലിയൊരു ഘടകമാണ്. ഇപ്പൊ ഇവരുടെയൊക്കെ പാരന്റ് ലൈനിൽ വരുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതെന്തായാലും ത്രോ കിട്ടുന്നുണ്ട്. നമ്മ അതും കൂടി നോക്കുന്നുണ്ട്. എന്റെ കയ്യിൽ വേറെ മെയിലുകൾ ഉണ്ടായിരുന്നു. ഞാൻ സംബന്ധിച്ച മെയിലൊക്കെ നല്ല ഹ്യൂജ് മെയിലാ. പക്ഷെ പ്രൊഡക്ഷൻ വരുന്നത് ഭയങ്കര മൈനസാ. അപ്പൊ അങ്ങനെയുള്ള മെയിലുകൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടും കാര്യമില്ല. നമുക്ക് മൊത്തം 40 ഡോഗ്സാണ് നമ്മൾ ചെയ്യണേ. മനസ്സിലായി? മലിയും ഡച്ച് ആയിട്ട്. ഇപ്പൊ നമുക്ക് കൂടുതൽ ഡച്ചിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണേ. മലി ഉണ്ട്. അത് മിക്കവർക്കും ഒരു ചോദ്യമാണ്, ഭയങ്കര ഒരു സംഭവമാണോ എന്നൊക്കെ. അതായത് ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു മെനു ഒന്നും ഇല്ല ഇവർക്ക്. മനസ്സിലായി? നമ്മൾ സാധാ ഡോഗിന് കൊടുക്കുന്ന ഒരു ഫുഡ് തന്നെ ഇവർക്ക് വരുന്നുള്ളൂ. അത് അതിന് വേണ്ടി എക്സ്ട്രാ പിന്നെ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാട്ടോ. ഇവിടെ റോ കൊടുക്കലില്ല. ഇല്ല. ഇവിടെ ചിക്കൻ റൈസാ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കനേക്കറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി കൊടുക്കും. നമ്മള് മെയിൻ ഡോഗ് ഇപ്പൊ സ്റ്റെഡ് മെയിൽ അവർക്കൊക്കെ 2 നേരം കൊടുക്കും. അല്ലാത്തവർക്ക് 1 നേരം ഫുഡ് തന്നെ ഉള്ളൂ. അഡൽറ്റ് ഡോഗുകൾക്ക്. ചെറിയ ഡോഗുകൾക്ക് 3 നേരം ഫുഡ് ചെയ്യും. എടുക്കുന്നുണ്ട്. ഏത് ടൈമിൽ എടുക്കും. മുൻകൂട്ടി പറയണമെന്നുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി ഫില്ലിംഗ് ഇപ്പൊ മുൻകൂട്ടി ബുക്കിംഗ് ഉണ്ട്. കുറച്ച് ബുക്കിംഗുകൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, കനലിന്റെ വർക്കും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് റിയോയുടെ വിശേഷം. റിയോന്റെ പപ്പീസ് ഉണ്ടല്ലോ. റിയോന്റെ പപ്പീസ് ഉണ്ട്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പപ്പി ഏതാണ്? ഇത് നമ്മുടെ കൊറിയയുടെ പപ്പിയാണ്. ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നത്. അതെ. അപ്പൊ ചേട്ടൻ ഇരിക്കുന്ന പപ്പി കൊറിയയുടെ തന്നെ. രണ്ടും കൊറിയയുടെ. ഓക്കെ. കുറച്ചുകൂടി അതായത് കൊറിയയുടെ പപ്പി കുറച്ച് ബോൺ സൈസ് കൂടുതലാണ്. പിന്നെ ഏജ് വ്യത്യാസമുണ്ട്. ഇത് ഏതാണ്ട് 70 ദിവസം പ്രായം. ഇതൊരു മെയില്, അത് ഫീമെയില്. ഇതിന്റെ വേറെ കുട്ടികളുണ്ട്, ഒരു 4 പപ്പിയും കൂടി. നമ്മുടെ ഫ്രണ്ടിരിക്കുന്ന 2 പേരെ കണ്ട ഇവരാരെന്ന് പറഞ്ഞു. പേര് പറയേ. മോളുടെ പേര് പരിഹാരത്ത് പഠിക്കല്ലേ? പരിഹാരത്താ പഠിക്കുന്നത്. മോനോടാട്ടോ ഡോഗിനെയൊക്കെ നോക്കുന്നല്ലേ? അത് ബൈറ്റൊക്കെ എടുക്കുമല്ലേ? കുട്ടിപ്പുലിയാണ്. മോളുടെ പേരെന്താ? ഡയാന. എത്രല്ല പഠിക്കുന്നേ? ഡോഗിനൊക്കെ ഇഷ്ടമാണോ? പേടിയുണ്ടോ? ഇതിന് ഇഷ്ടം? പേടിയുണ്ടോ ഡോഗിന്? ഇല്ല. ഏത് ഡോഗിനെ ഇഷ്ടം? അതിനെ ഇഷ്ടം. അതുകൊണ്ടാ കയ്യിലെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഡേവിഡിനെ ഏതിന് ഇഷ്ടം? അതിന്. അപ്പൊ ഇവന്റെ പേരിലാണ് കെനൽ തുടങ്ങിയത്. അതെ. ഇവന്റെ ബർത്ത് ഡേറ്റ് ആണ് കെനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ കെനലുണ്ട്. നമ്മള് പേര് രജിസ്റ്റർ ചെയ്യുന്നത് ഡേവിഡ് എന്നുള്ളത് അവന്റെ പേരിലാണ്. അതന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ. അതന്നെ. അതേപോലെ തന്നെ അവനും ഡോഗ്സിനോട് ഭയങ്കര താല്പര്യമാണ്. അവൻ കൈകാര്യം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പപ്പീസ് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ട്? പപ്പീസ് രണ്ട് ബാച്ചാണ്. അതായത് ഇത് ഇപ്പൊ നമുക്കൊരു 68 ദിവസത്തിന്റെ അടുത്തായിട്ടുണ്ട് ഈ കുട്ടികൾ. മറ്റേത് ഏതാണ്ട് ഒരു 45 ദിവസം പ്രായമായതാണ്. മനസ്സിലായി? ഇത് നമ്മുടെ കർമ്മയുടെ കുട്ടികളാണ്. നമ്മുടെ ബ്ലാക്ക് ഫീമെയില് അതിന്റെ കുട്ടികളാണ് ഇത്. അതേ ഇൻഡു നമ്മുടെ കൊറിയ. ഇത് വരുന്നത് നമ്മുടെ ആയുധ ഇന്റർവ്യൂ. അതന്നെ. അതായത് അത് ശരിക്കും ഒരു റിയൽ ഡിഫൻഡ് ഡോഗാണ്. മനസ്സിലായി? റിയൽ ഫ്ലഷ് ബൈറ്റ് ചെയ്യുന്ന ഒരു ഡോഗാണ്. അതായത് വെറുതെ നമ്മൾ സാധാരണ ഒരു ഗെയിമിംഗ് ബൈറ്റ് അല്ല. അതിപ്പോ കണ്ടൂല ആ വീഡിയോ, ഡയറക്റ്റ് ഫീൽ ചെയ്തല്ലേ. അതായത് അവൻ ഡയറക്റ്റ് നന്നായിട്ട്. അതാണ് ഞാൻ പറയുന്നത്, ഈ ഓണർ കൺസേൺ വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ലീവ് ഇട്ടാലോ അല്ലെങ്കിൽ ഞാനിപ്പോ ബൈറ്റ് സൂട്ട് ഇട്ടാലോ ആ ഡോഗ് എന്നെ ബൈറ്റ് ചെയ്യില്ല. മനസ്സിലായി? ഇപ്പൊ വൈഫാണ് കൈകാര്യം ചെയ്യണത്. അത് ബൈറ്റ് ചെയ്തിട്ടുണ്ട്. ബൈറ്റ് ചെയ്യും ആ ഡോഗ്. മനസ്സിലായി? അതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ ഒട്ടും പേടിയില്ല. അതൊരു കോമൺ ടച്ചുകൾക്ക് അതൊരു പേടിയില്ല.
ഇപ്പൊ തന്നെ കുട്ടികൾ തന്നെ എന്ത് സൗണ്ട് കണ്ടില്ല എന്നാ മറ്റേ നമ്മളെ വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ മറ്റേ കുപ്പിയൊക്കെ ഇട്ടാലും അത് കടിച്ചു പൊളിച്ചു. ആ സാധനമൊക്കെ കടിച്ചു പൊളിച്ചു കളഞ്ഞു. അതന്നെ കടിച്ച് കീറി കളഞ്ഞത്. അതാണ് നല്ല ഫയറുള്ള പപ്പീസ് ആണ്. അതന്നെ വർക്കിംഗ് പപ്പീസ് ആണ്. അതെ അതെ. ഇതിപ്പോ വർക്കിംഗ് ചെയ്യാനുള്ള ട്രെയിനേഴ്സ് ആണെങ്കിലും വല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഗാർഡിങ്ങിനാണ്. അതായത് ഇതില് എന്റെ ഉദ്ദേശം, അതായത് ഈ വീഡിയോയിലൂടെ ഞാൻ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്ദേശം, നമ്മുടെ നല്ല ഡച്ച് പപ്പീസ് ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടുകാരായാലും അങ്ങനെ ഡോഗിനോട് താല്പര്യമുണ്ട്. ഇപ്പൊ പലരും പുറത്തായിരിക്കും, വീടിനൊരു കാവൽ വേണം, ഇപ്പൊ ഭാര്യ മക്കൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ടും വിളിക്കാം. നമ്മളൊരു പ്രൈസ് എന്നുള്ള രീതിനേക്കാൾ ഉപരി നന്നായിട്ട് നോക്കുന്ന ടീമുകൾ എടുത്ത് അവർക്ക് ആ റിസൾട്ട് വേണം. കാരണം കേരളത്തിൽ ഡച്ച് ആയി വരണുള്ളൂ. ഇവരെ കണ്ട് ഇനി നമുക്ക് എൻക്വയറി വരണം, ഇവരെ കണ്ട് തന്നെ എൻക്വയറി വരണം. കാരണം ഇത് ഇപ്പൊ നമ്മൾ ഈ ബാച്ചിൽ ആകപ്പാടി 3 കുട്ടികളെ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ വീഡിയോ തുടക്കം പറഞ്ഞു, നമ്മൾ ഇതേവരെ ലിറ്റർ അനൗൺസ്മെന്റ് പോലും നടത്തിയിട്ടില്ല, ഇങ്ങനെ പപ്പീസ് ഉള്ള കാര്യം പോലും അറിഞ്ഞിട്ടില്ല. എന്നാലും പപ്പീനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പൊ ഇനി വരുന്നുണ്ട്, ലിറ്ററുകൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ കണ്ടുല്ലോ 10-12 അഡൽട്ട്. അതായത് ഞാനിപ്പോ വെച്ചേക്കണത് അത്യാവശ്യം ടോപ്പ് ലൈനേജ് ഉള്ള ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ആണ്. അതെ. ഇപ്പൊ ആ ഫീമെയിൽസിലെല്ലാം കണ്ട എല്ലാ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകുന്ന ആള് പറഞ്ഞു. കാരണം ഇപ്പൊ നമ്മളിൽ 12ഓളം ഡച്ച് ഉള്ളത്. അത് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ മനസ്സിലായില്ല, എല്ലാം അത്ര സെലക്റ്റീവ് ആയിട്ട് വെച്ചേക്കണം. അപ്പൊ നല്ല ലൈനേജ് ഇറങ്ങണം, അതായത് നമുക്ക് ഈ പറഞ്ഞ കാണാൻ ഭംഗി വേണം, അതിലുപരി നന്നായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ ഓവർ ഹൈപ്പർ ആവരുത് ഡോഗ്. ഇപ്പൊ ഞാനിപ്പോ മെൽനോയ്സിലായാലും ബ്രീഡ് ചെയ്ത് വരുമ്പോ പലരും പറയുന്നൊരു കംപ്ലൈന്റ്, ചിലവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർ ഭയങ്കര ഹൈപ്പറായി വരുമ്പോ ഈ ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ലൈനേജ് കുറച്ചൊക്കെ നോക്കി ചെയ്യുമ്പോ ഇവർ കുറച്ചും കൂടിയും ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങിയിരിക്കാനും പിന്നെ നല്ല ഫുഡ് ഡ്രൈവാ, നമുക്ക് സുഖമായിട്ട് ഈ പിള്ളേർക്ക് സുഖമായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയും എപ്പോഴും 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഡോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. നമ്മ പിന്നെ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ കൊടുക്കണ്ടെന്ന് പറയുന്നതിന്റെ കാരണം ട്രെയിനേഴ്സിന്റെ ആവശ്യം വരുന്ന കേസുകളുണ്ട്. ഇപ്പൊ ഒരു പ്രൊട്ടക്ഷൻ മാർക്ക് എടുക്കണം, ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡോഗിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അപ്പൊ ഒരു ട്രെയിനറിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ ഒരു ഒബീഡിയന്റ് ആയിട്ട് നമുക്കൊരു ഗാർഡ് ഡോഗ് ആയിട്ട് നിർത്തിയാൽ മതി. ഞാൻ പറയാന്ന് വെച്ചാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു പ്രായത്തിലൊക്കെ പപ്പീനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 1.5 മാസം 45 ദിവസം ബുദ്ധിമുട്ടിയ പപ്പി നമ്മുടെ സൂപ്പർ ആയിട്ട് സെറ്റ് ആയി വരും. ഇവർക്ക് ഇപ്പൊ സാധാ എല്ലാ ഫീഡും കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പവറിന് വേണമെങ്കിൽ പറയാം, ഞാൻ മറ്റേ റോയൽ ക്യാൻ മാത്രം കൊടുക്കണേന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ചോറും ചിക്കനും കൊടുക്കും. അല്ല, നമ്മളങ്ങ് ആക്കി കൊടുക്കുന്നതാ. ചോറും മുട്ട കൊടുക്കും, മീൻ കൊടുക്കും, പിന്നെ കെനൈൻ ക്രീക്ക് കൊടുക്കുന്നുണ്ട്, റോയൽ ക്യാൻ കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് എല്ലാം. അങ്ങനെ പിന്നെ സപ്ലിമെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോ ഈ കുട്ടികൾ ഇങ്ങനെയല്ല, 10 ദിവസം കൊണ്ട് ഇതിന്റെ നേരെ ഇരട്ടി വരും. അതിന്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സപ്ലിമെന്റ് ഒരു ഡോഗിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇത്രയും പപ്പി ഇറക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കണത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എപ്പോഴും. ഡേവിഡ് ലയൺസിന്റെ ഉദ്ദേശം നമുക്ക് സ്റ്റഡ് സർവീസ് ഉണ്ട്, മനസ്സിലായി. മെയിലുകൾ ഉണ്ട് നമ്മുടെ ഇപ്പൊ ജാക്ക് റസൽ മെയിലുണ്ട്, മെൽനോയ്സ് മെയിലുകളുണ്ട്, ഡച്ച് ഇപ്പൊ കണ്ടു, റോട്ട് മെയിലുണ്ട്. ഇത്രയും മെയിലുകളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റഡ് സർവീസ് ഉള്ളത്. പിന്നെ ടോയ് പോം ഉണ്ട്, നമുക്ക് ഇത്രയും സ്റ്റഡ് സർവീസ് പോകുന്നുണ്ട്. പിന്നെ പപ്പീസ് എപ്പോഴും ഓൾമോസ്റ്റ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ചിലതൊക്കെ ബുക്കിംഗ് ആയിരിക്കും, മുൻകൂട്ടി ബുക്കിംഗ് ആയിരിക്കും. ഇപ്പൊ ഡച്ചിന്റെ പപ്പീസ് നമ്മളെപ്പോഴും എന്താ പറയുക, ഇപ്പോഴാണ് നമ്മൾ ഡച്ച് ലിറ്റർ എടുത്തു തുടങ്ങിയാണ്. അപ്പൊ ഡച്ചിന്റെ പപ്പീസ് ഉണ്ടാവും. പിന്നെ മെൽനോയ്സിന്റെ പപ്പി ഓൾമോസ്റ്റ് എപ്പോഴും നമ്മുടെ ഉണ്ടാവും. മെൽനോയ്സിന്റെ പപ്പീസ് നമ്മൾ ആദ്യമൊക്കെ ഒരു റേറ്റിലാണ് കൊടുത്തിരുന്നത്. കാരണം ഇപ്പൊ നമ്മൾ റേറ്റ് ഒക്കെ താഴ്ത്തിരുന്നു. 30-35 രൂപ തുടങ്ങിയിട്ട് പപ്പീസ് നല്ല ടൈപ്പ് പപ്പീസിനെ കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ. പിന്നെ ട്രെയിനിങ് നമ്മൾ എല്ലാ ടൈപ്പ് ട്രെയിനിങ് നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാം എടുക്കും. ഇപ്പൊ അതിന് പ്രൊട്ടക്ഷൻ ഡിറ്റക്ഷൻ പറഞ്ഞപ്പോ മെയിൻ ആയിട്ട് ഞാൻ പറയാം, ഇങ്ങനത്തെ ഒരു ഡോഗ് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഇപ്പൊ ഡോഗ് സെലക്ഷൻ ആണ് എപ്പോഴും. നമ്മള് പലരും ചിന്തിക്കുന്ന ഒരു കേസുണ്ട്, റേറ്റ് കുറവിന്റെ ഡോഗിനെ എടുത്ത്, റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലൈനേജ് അല്ലെങ്കിൽ എന്താ പറയുക, ക്വാളിറ്റി ചെയ്ത ഡോഗിനെ എടുത്ത് ഒരിക്കലും കിട്ടില്ല, നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ പട്ടി കുറയ്ക്കുന്നില്ല, പട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, വിളിച്ചാൽ തിരിഞ്ഞോടും, ഇങ്ങനത്തെ കുറെ കംപ്ലൈന്റുകളൊക്കെ വരും. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ അതിന്റെ മാറ്റം നമുക്ക് ഉണ്ടാവും. ട്രെയിൻ ചെയ്തിട്ട് ഡോഗിനെ സെയിൽ ചെയ്യുന്നു ഉണ്ട്. അതായത് ട്രെയിൻ ചെയ്ത് ഡോഗിനെ സെയിൽ ചെയ്യാന്നാണല്ലേ, അത് ശരിക്കും ഇപ്പൊ ഒരു ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ ആദ്യമൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കലും ട്രെയിൻ ചെയ്ത ഡോഗിനെ അങ്ങനെ തന്നെ നമ്മൾ ഒരു ഡോഗിനെ വളർത്തി പരിചയമില്ലാത്ത ആൾ എടുക്കരുതെന്ന് എന്റെ അഭിപ്രായം. കാരണം ഒരു പ്രോഗ്രാമഡ് അല്ല, അതായത് ഒരു കമ്പ്യൂട്ടർ പോലെയല്ല, ഇതൊരു ജീവനുള്ള എന്താ പറയാ ഒരു അതെ. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്യാം. ശരിക്കും പറയാൻ വെച്ചാൽ വീട്ടിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരെ മറിച്ചൊരു എസ്റ്റേറ്റ്, നമ്മൾ ഒരാൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ നമ്മുടെ പവനെ പോലെ ഡോഗ് നമ്മൾ സെയിലിനുള്ളതാണ്. അതെ. അവനെ എങ്ങനെ നമുക്ക് കൈകാര്യം നമ്മൾ അങ്ങനെയാണ് അവനെ സെറ്റ് ചെയ്തത്. പിന്നെ മെൽനോയ്സ് ചിലവർ അഡൽട്ട് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ അടുത്ത്. ഇപ്പൊ അഡൽട്ട് മെയിലുകളുണ്ട് നമ്മുടെ, പ്രൂവൻ മെയിലുകളുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. ഇനി ഫീമെയിൽസ് ഉണ്ട്.
നമുക്ക് എല്ലാ ടൈപ്പും ഉണ്ട്, പപ്പികൾ മാത്രമല്ല നമുക്ക് എല്ലാ ടൈപ്പ് ഡോഗ്സും, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ ടൈപ്പ് ഡോഗ്സും ആൾക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റണം. അതായത് മെയിൻ ആയിട്ട് വർക്കിംഗ് ഡോഗ്സിലേക്ക് മാറുക. അതായത് ആദ്യം ഞാൻ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു, ഈ റോട്ട്, ജർമ്മൻ എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഈ ജർമ്മനൊക്കെ സൂപ്പർ ബ്രീഡ് തന്നെയാട്ടോ. പക്ഷെ ജർമ്മന്റെ ഒക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹെയറിന്റെ ഒരു പ്രശ്നം, അതായത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞാല് ഗാർഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ മെയിൻ്റെനൻസ് കുറവ് ഇങ്ങനത്തെ ഡോഗ്സുകളൊക്കെ തന്നെയാണ്. അതൊരു സംശയം. ഞാൻ പറയട്ടെ, തോട്ട ഏരിയ അല്ല. ഇപ്പൊ ചിലവര് പറയുമ്പോ ഭയങ്കര ഏരിയ ആണ്, ഒരു 5 സെന്റ് 6 സെന്റ് ഉള്ള ഒരു സ്ഥലമാണ്, ഇനി ഒരു 50 സെന്റ് ഉള്ള സ്ഥലമാണ്. ഈ ഒരാൾ മതിന്ന്, നമ്മൾ 10 ഡോഗിനെ വളർത്തുക, ഈ ഒരാൾ മതി. അവനെ നമ്മള് ഇപ്പൊ ഞാൻ പപ്പീനെ എടുത്തു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും അവരായിട്ടൊരു കോൺടാക്ട് നിലനിർത്താറുണ്ട്. പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യും, അങ്ങനെ ചെയ്തെടുത്ത കുറെയൊക്കെ മാറ്റങ്ങൾ വരും. എന്റെ കൺസെപ്റ്റ്, അതായത് ഞാൻ ചിന്തിക്കുന്നത്, ഞാനൊരു ട്രെയിനർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയണം. അതിന്റെ കൺസെപ്റ്റേ വേറെയാണ്, മനസ്സിലായി? ഞാനൊരു വീട്ടുകാരൻ, ഞാൻ എപ്പോഴും ഒരു വീട്ടുകാരൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുള്ളൂ. ആ രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഡോഗ് ഓവർ ഹൈപ്പർ ആവരുത്, മനസ്സിലല്ലേ? പക്ഷെ ഓണർ കൺസേൺ വളരെ കൂടുതലായിരിക്കണം. അതായത് ഓണർ കൺസേൺ കൂടുതലായിരിക്കണം. അതായത് ഓണറിനോട് ഒരു അറ്റാച്ച് എപ്പോഴും ഡോഗിനാണ്. അല്ലാതെ ഗെയിം, അത് മാത്രമല്ല ഗെയിം മാത്രമായിരിക്കരുത് ഡോഗ്, ഓണറിനോടൊരു താല്പര്യം ഉണ്ടാവണം എപ്പോഴും, മനസ്സിലായി? അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ ഡച്ചിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം അതാണ്. ഇപ്പൊ ആയുധനെ, ഇതിന് മുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്, ആയുധനെ അറിയാം ആളുകൾക്ക്. ആയുധം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടെമ്പറുള്ള ഡോഗായിരുന്നു, മനസ്സിലായില്ലേ? ഒരാൾക്കും കൈകാര്യം ചെയ്യാൻ എളുപ്പമില്ലാത്തൊരു ഡോഗായിരുന്നു. കാരണം ഓൾറെഡി വീഡിയോ ഇറങ്ങിയിട്ട് ആയുധം അത്യാവശ്യം അറിയുന്ന ഒരു ഡോഗ് തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അതിന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളായിട്ട് ഇപ്പൊ സെറ്റ് ഇപ്പൊ കണ്ടതല്ലേ, ഇപ്പൊ ഞാനില്ലെങ്കിൽ വൈഫ് തന്നെ ഇറക്കാം. ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്നു, മനസ്സിലായില്ലേ? വൈഫാണ് കുട്ടിക്കാർ കാര്യങ്ങൾ ചെയ്ത, ഒരാളടുപ്പിക്കാത്ത ഡോഗാണ്. അപ്പൊ ഇനിയിപ്പോ ആയുധം നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്, മനസ്സിലായി? അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊരു പറയുമ്പോൾ കുറച്ചുകൂടി ഗെയിമും കൂടുതലാണ്, ഈ പറഞ്ഞ പ്ലേ മൈൻഡ് കൂടുതലാണ്. എന്താണ് പ്രശ്നം? അത് പോവും പിന്നെ. അപ്പൊ അതുപോലെ തന്നെ പപ്പീസിനെ വേണ്ടവര് ധൈര്യമായിട്ട് വിളിക്കാം. അതായത് പപ്പീസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ ഡച്ച് നമ്മുടെ കേരളത്തിലേക്ക് നല്ല രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ വലിയൊരു നമ്മുടെ റേറ്റിനേക്കാൾ ഉപരി നന്നായിട്ട് നോക്കാൻ മനസ്സുണ്ട്. നിങ്ങൾക്കൊരു ഗാർഡ് ഡോഗ് ആണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ധൈര്യമായിട്ടും വിളിക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡ് മെയിൻ്റെനൻസ്, മറ്റുള്ളവർ പറയുന്ന ഒരു വർക്കിംഗ് ഡോഗിന് ഇന്ന രീതിയിൽ ഫുഡ് കൊടുക്കണം, ഹൈ റേഞ്ച് ഫുഡ് കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ അങ്ങനെയല്ല വളർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഡോഗാണ്. പിന്നെ യൂസ്ഫുൾ ആണ്. നമ്മൊരു ഡോഗിനെ വാങ്ങിച്ച് ഉപകാരം ഇല്ലാണ്ടായി പോവില്ല. കാരണം അത് 1 വർഷം 1.5 വർഷം, മറ്റുള്ളവർ പറയുമ്പോൾ 1 വർഷം കഴിയണം പട്ടി കുറയ്ക്കാൻ, അങ്ങനെയൊന്നുമില്ല. ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ ഡോഗ് പണിയെടുത്ത് തുടങ്ങും. ഇപ്പൊ തന്നെ ഇപ്പോഴേ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ പട്ടി പണിയെടുക്കും. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. പപ്പികൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പൊ വീഡിയോയിൽ കണ്ട കുറെ പപ്പികളെ കണ്ടിട്ട് കാര്യമില്ല, കുറെയൊക്കെ ബുക്കിങ്ങുകൾ ഉണ്ട്. പിന്നെ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാരെയും കൂടെ കടിച്ച് എല്ലാവരും കടിച്ച് ഇങ്ങനെ നമ്മുടെ പാന്റും ആദ്യം നമ്മൾ പറ്റുന്ന അത്രയും അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൂട്ടി നമ്മൾ കാണിക്കുന്നത്. അതെ 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 അതെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതെ അതെ. നമ്മള് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊന്നുമില്ല. അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ വിളിക്കാനായിട്ട് നോക്കാം. ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യണ്ട. കാരണം നമ്മുടെ കയ്യിൽ പപ്പി ഉണ്ടായി ഇത്ര ദിവസമായി. ഞാൻ ഇപ്പോഴാണ് ലിറ്റർ അനൗൺസ് ചെയ്യണേ. ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഡച്ചിന്റെ ഒരു ലിറ്റർ ഉണ്ട്, നമുക്ക് ഈ ചാനലിൽ കൂടെ നമുക്ക് അനൗൺസ് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ആദ്യം സൂപ്പറായിട്ട് മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കും ഉണ്ട് ഒരു ചെറിയ ചാനൽ ഇട്ടോ ലാൻസ് പറഞ്ഞത്. അതിന്റെ ഓക്കെ അപ്പോ എന്തായാലും നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.